ഹലോ ഗൈസ്, ഇറ്റ്സ് പ്രദീപ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ കറുപ്പ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓൾറെഡി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ശരത്താണ് ടിക്കറ്റ് എടുത്തത്. ഇന്നലെ ടിക്കറ്റ് എടുത്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, കാരണം ഇന്ന് ശനിയാഴ്ചയും കൂടിയല്ലേ. അപ്പം മാക്സിമം വർക്കേഴ്സ് എല്ലാം വീക്കിൻ്റെ ആയതുകൊണ്ട് സിനിമയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് പെട്ടെന്ന് സെയിലാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ടിക്കറ്റ് എടുത്തത്. അങ്ങനെ നമ്മൾ തിരുമല നിൽക്കുകയാണ്. അനൂപിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശരത്തും കൂടി ഉണ്ട്. ഗൈസ്, അങ്ങനെ 10 മണിക്കാണ് ഷോ. നമ്മൾ 7 മണിക്ക് ഇറങ്ങി. സംഭവം എന്തെന്ന് വെച്ചാൽ ഇവനൊരു ഷൂ എടുക്കണം. അതിനാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത്. ഏത് ഷൂ ആണ് നോക്കണത്? അങ്ങനെ വെച്ചാൽ ഏതായാലും നല്ലത് നോക്കിയെടുക്കാം. ഗൈസ്, ഏതായാലും നല്ലത് നോക്കിയെടുക്കാൻ അവൻ പറയണത്. കാരണം എൻ്റെ ബാക്കിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെയെന്ന് അറിഞ്ഞുകൂടാ. ഇവനോട് ചോദിച്ചു നോക്കാം. ഈ സമരം എന്തിൻ്റെ എന്താ എനിക്കറിഞ്ഞൂടാ. ഗൈസ്, അപ്പോൾ എന്താണ് മാമ? പെട്രോൾ ഡീസൽ വില വർധനവിനെതിരായി DIFI നടത്തുന്ന സമരം. അത് നല്ലതാണ്. ഞാനും കൂടി ഇപ്പം പെട്രോൾ അടിച്ചതേ ഉള്ളൂ. 2 വട്ടം അടിച്ച്. ഇന്ന് 222 രൂപയ്ക്ക് 2 ലിറ്റർ. ഇന്ന് രാവിലെ അടിച്ച്, ഇപ്പോഴും അടിച്ച്. ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞിട്ട് പോലും ഇന്ത്യ ഗവൺമെൻറ് അതിനെ വില കുറയ്ക്കാതെ പെട്രോളിയം കമ്പനികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ്. എന്തുകൊണ്ട് നല്ലതാണത്? കോടികൾ പെട്രോളിയം കമ്പനിക്ക് ലാഭത്തിന് വേണ്ടി കേന്ദ്രം ചെയ്തു കൊടുക്കുകയാണ്. അതിൻ്റെ കമ്മീഷൻ കേന്ദ്രത്തിന് കിട്ടുമല്ലോ. ശരിയാ, താങ്ക് യു. അപ്പോൾ എന്തായാലും മാമ കാര്യം പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ ഡീസലിന് വിലക്കയറ്റത്തിൻ്റെ ഇതായിട്ടുള്ള സമരമാണ് നടക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേടാ? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ പെട്രോളിന് ഭയങ്കരമായിട്ട് റേറ്റ് കൂടുന്നു. സത്യം പറയാല്ലേ, ഞാൻ വണ്ടി കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം ഇന്ന് തന്നെ 2 ലിറ്ററാണ് ഇന്ന് അടിച്ചത് ഒരു ദിവസം. അപ്പം 222 രൂപയായി. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ എങ്ങനെയെന്ന്. ഇപ്പോൾ എന്തായാലും ഇലക്ട്രിക് എടുത്തേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇലക്ട്രിക് വണ്ടികളോട് ഞാൻ അധികം ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക്. കാരണം നമ്മളറിയാമല്ലോ വണ്ടികളൊക്കെ കേസിലൊക്കെ ഇലക്ട്രിക് വണ്ടിയെല്ലാം ഓലയാണെങ്കിൽ ശരി തന്നെ ഏതൊരു കൊള്ളാൻ തോന്നില്ലേടാ? കൊള്ളാൻ കേട്ടിട്ടുണ്ട്. ഏതൊരു കൊള്ളാൻ തോന്നുന്നു. പക്ഷേ അതിനെന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തിൻ്റെ അടുപ്പിച്ചുണ്ടല്ലേ വില? മിനിമം ബേസ് മോഡൽ തന്നെ 2 ലക്ഷത്തിന് മുകളിൽ എന്തായാലും. ഗൈസ്, അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ് എങ്ങോട്ടാണ് നമ്മുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. എന്തായാലും സമരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. കുറച്ച് പേരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. നമുക്ക് സംസാരിക്കണമെന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഏതെങ്കിലും വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് അല്ലേടാ? അല്ലേ? അല്ലേ? അങ്ങനെയാണ്. ഞാൻ പിന്നെ നമ്മൾ വ്ളോഗിങ് ചാനലായിട്ട് പോലും ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിലോട്ട് സംസാരിക്കാൻ ഞാൻ മാക്സിമം നോക്കാം. വ്ളോഗിങ് ചാനലാണ്. ഇതിൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ലൈഫ് സ്റ്റൈലാണല്ലോ. അപ്പം ഇതും ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പം സംസാരിക്കേണ്ടിയിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ശരി ഗൈസ്, അവനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ 3 പേരും കൂടി ഷൂ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ജാക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഇതിൻ്റെ വില അവൻ്റെ അടുത്ത് നിന്ന് കേട്ടോക്കാം. 3000 എത്രയാണ് സാധനം? സ്നിച്ച് എന്ന് വാങ്ങിച്ചതാണ്. സ്നിച്ച് എടാ, ഇതിലൊരു നമ്മളൊരു അനിമേഷൻ ക്യാരക്ടർ ഉണ്ടല്ലോ, സ്നിച്ച്. അത് പുള്ളി ഭയങ്കര റിച്ചാണ് കേട്ടോ. അവൻ ഉപയോഗിക്കുന്നത് എന്തോന്ന്, നത്തിങ് ഫോർ എ പ്രോ അല്ലേ? നത്തിങ് ഫോർ എ പ്രോയൊക്കെയാണ്. അടിപൊളി റിച്ച് പയ്യനാണ്. ഇവ ഇന്ന് നമുക്ക് ചിലവ് ചെയ്യാണ്, അത് വേറെ കേസ്. ഇവ നമുക്കിന്ന് എന്ത് വാങ്ങിച്ചു തരുവാടാ? പിന്നടുത്ത് അപ്പുറത്ത് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ ഞാൻ വാങ്ങിച്ചു തരാം. ഐസ് ബെഗ് അല്ലേ? ബയ്യ എടാ, ഇതിലല്ലേ ഒരു സംഭവം ഉണ്ടാ, അൺലിമിറ്റഡ് ജ്യൂസ് ഇവിടെയല്ലേ കൊടുക്കണമെന്ന് പറഞ്ഞാ. ഗൈസ്, ഓക്കെ ഗൈസ്, 3999 രൂപയാണ്. ജാക്കറ്റ് കൊള്ളാം കേട്ടോ. അത്യാവശ്യമല്ല, അടിപൊളി സാധനം തന്നെ. സമ്മതിച്ച്. ഇതൊക്കെ എന്തോന്ന് ഗൈസ്, സംഭവം കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും വില കൂടുതലാണ്. നമ്മളെങ്ങനത്തെ ഇത്രയും വില കൂടിയ സാധനങ്ങളൊന്നും എടുക്കാറില്ല. ഐസ് ബൈയിൽ കയറി ഒരു അൺലിമിറ്റഡ് ഷേക്ക് വന്ന കാര്യം അറിഞ്ഞു. എവിടുത്തെ ഐസ് ബൈ?
ഗൈസ് ഐസ് ബൈയിൽ എന്തോണ് എവിടെയോ ഒരു അൺലിമിറ്റഡ് ജ്യൂസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞത്. അതായത് ഒരു ജ്യൂസിന് 60 രൂപ, എത്ര വേണമെങ്കിലും കുടിക്കാമെന്നാണ് അവർ ഇട്ട ഓഫർ. അത് എവിടെ നിന്ന് അറിഞ്ഞുകൂടാ, ഞാൻ മറന്നുപോയി. സംഭവം ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാൻ അത് കണ്ടത്. ഇവിടെ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. പോയി നോക്കണോ ഡേ? എവിടെ പോയി നോക്കണോ? ഐസ് ബേ ആണോ? സോറി ഗൈസ്, ഐസ് ബേ ആണ് ഗൈസ്. അവൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോൾ അവൻ പറയല്ലേ അവന് പനിയാണെന്ന്. ഞാനാണ് 2 ദിവസം മുമ്പ് നിന്നോട് ചോദിച്ചത്. നിനക്കിപ്പോൾ പനിയില്ലേ? എങ്ങനെ ഞാൻ വാങ്ങിച്ചു തരും? അത് ഓണല്ലടാ, അത് ഓണാക്ക് പറയുമ്പോൾ ഇത്രയും കഷ്ടപ്പെടേണ്ടിയിരുന്നു. അവന് ബാക്കിൽ വെച്ചിട്ടുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അമർത്തിക്കൊണ്ടിരിക്കും. അധികം അമർത്തണ്ട, ഒരു 2 സെക്കൻഡ് വന്നു. എന്തായാലും നമ്മൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇന്ന് അവൻ്റെ അവിടെ പോയിരുന്നടാ, അനൂപിൻ്റെ അവിടെ പോയിരുന്നു. എന്നിട്ട് അവിടെ വെറുതെ നിന്നിട്ടിങ് വന്നു. അല്ലടാ, ഞാൻ ഇത് ഇടുന്ന എന്തായിരുന്നു വെച്ചാൽ ഈ മോട്ടറോള ഫോണിന് ഒരു പ്രശ്നമുണ്ട്, അറിയാല്ല, ഗാലറി ഇല്ല അതിന് സ്വന്തമായിട്ട്. അപ്പം ഗാലറി ഇല്ല, ഗൂഗിളിന്റെ ഗാലറി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് നമുക്ക് വെറും ഇത് എങ്ങോട്ട് പോകണത്, അങ്ങോട്ടൊക്കെ പിടിച്ച് ക്യാമറ നമ്മളെ ഗൂഗിൾ ബാക്ക് ക്യാമറ ഈ എന്തിനു പറയാൻ എന്തോ പറയാം. ഗൂഗിളിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ വെറും 15 GB നമുക്ക് കിട്ടുന്നുള്ളൂ. 150 GB കിട്ടും 100 രൂപയ്ക്ക്. ഇത് എടുക്കുകയാണെങ്കിൽ ജിയോ റീചാർജ് ചെയ്യണമെങ്കിൽ ഒരു 12 മാസത്തേക്ക് ഇത്ര അത് വെച്ച് പറ. 12 മാസത്തേക്ക്. പക്ഷേ ആ സ്റ്റോറേജ് നമുക്ക് അനൂപ അകത്ത് നമ്മൾ സ്ഥിരം നിൽക്കണം. പക്ഷേ അവൻ വന്നിരിക്കുകയാണ്, അവൻ ഇവിടെ ഉണ്ട്, നോക്കാം. അവൻ എത്തിയിട്ടുണ്ട്. ഇതാ വരണം. എത്തിയില്ലേ അവൻ? എന്തോ എവിടെ ഞാൻ സ്ഥിരം നിൽക്കുകയാണ്. പിന്നെ ഇല്ലേ എടേ ഈ എത്ര 12 മാസത്തേക്ക് 2 GB. 12 മാസം 2 GB 2 TB എത്ര TB ഞാൻ ഗൂഗിൾ ഫോട്ടോസ് കാണിച്ചത്. TB ആകുമ്പോഴത്തേക്ക് എത്ര 100 GB. പക്ഷേ 1000 GB 1000 GB ഒരു TB. 1000 അല്ല, എത്ര ഇതുണ്ടോ, എത്ര ഇത് കുറവാണ് അവന്മാർ പറയണത്. ഫോട്ടോസ് 5 TB ആണ് എനിക്കിപ്പോൾ ഉള്ളത് കിട്ടണത്. 5 TB എത്ര രൂപയ്ക്ക് നീ ചാർജ് ചെയ്തിട്ടുണ്ട്? ഗൂഗിൾ ജിയോയിൽ 300 സംതിങ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 5 TB നമുക്ക് ഗൂഗിൾ ജെമിനൈ കിട്ടും ഉൾപ്പെടെ. ഡ്രൈവും ജെമിനൈ ഉൾപ്പെടെ കിട്ടും 5 TB. ഒരു മിനിറ്റ്, എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടി പറ. നമ്മൾ ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ 399. ഓക്കെ. അത് റീചാർജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജെമിനൈ കിട്ടും, ഹോട്ട്സ്റ്റാർ കിട്ടും. ഓക്കെ, ഹോട്ട്സ്റ്റാർ ഇപ്പോഴും ഉണ്ട്. ഹോട്ട്സ്റ്റാർ കിട്ടും, പക്ഷേ അത് ആഡുണ്ട്, പക്ഷെ എന്നാലും കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗൂഗിൾ ഡ്രൈവും കിട്ടുന്നുണ്ട്, ജെമിനൈ കിട്ടുന്നുണ്ട്, 5 TB സ്റ്റോറേജ്. അത് ഓപ്ഷൻ ഇപ്പം നമ്മൾ ഈ സ്റ്റോറേജ് ഇപ്പം എടുത്തില്ല എന്ന് വെച്ചോ, ഇതൊന്ന് കട്ട് ചെയ്യുന്നു വെച്ചോ, അതായത് അടുത്തതിന് എനിക്ക് ഈ പ്ലാൻ ഇല്ല, ഞാൻ 349 രൂപ ചെയ്യുന്നു വെച്ചോ, അപ്പോൾ ഇത് കട്ടാവൂലേ? കട്ടാവില്ല. അപ്പോൾ ഒരു വർഷം 18 മാസത്തേക്ക് ഇത് കിടക്കോ? അത് അവർ തരുന്നതാണ്. പക്ഷേ 18 ആകുമ്പോഴേ അത് കട്ടാകുമ്പോൾ നമ്മളെ വിലപ്പെട്ട ഫോട്ടോസ് ആണെങ്കിലും ശരി തന്നെ, വീഡിയോസ് ആണെങ്കിലും പോവില്ല. അത് പൈസ കൊടുത്താൽ വീണ്ടും ആ സ്റ്റോറേജ് അതുപോലെ കിട്ടും. അതായത് ഇപ്പോൾ എനിക്ക് 15 GB ആയിട്ട് പിന്നെ ഞാൻ വീണ്ടും പൈസ കൊടുത്ത് വാങ്ങുമ്പോഴത്തേക്കും 5 GB ആ പഴയ ഫോട്ടോസ് വീണ്ടും കിട്ടും. പൈസ കൊടുക്കണം. അപ്പോൾ എന്നാണെങ്കിലും നമ്മളിത് ഗൂഗിൾ അപ്ഡേറ്റഡ് ആണ്, എന്നാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ഫോട്ടോസ് കിട്ടും. അവർ ഓഫർ തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ 3000-4000. മനസ്സിലായില്ല. അതായത് നമ്മൾ ഓഫർ കഴിഞ്ഞല്ലോ, അപ്പോൾ ജിയോക്കാർ പിന്നെ ആ ഓഫർ തന്നില്ല എന്നുണ്ടെങ്കിൽ 5 TB എടുക്കണമെങ്കിൽ ഇത്ര രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ 3000-4000 ടാസ്ക്കാണ് ഗൈസ്. എന്തായാലും എനിക്ക് ഈ മോട്ടറുള്ള ഫോണിലേ ഇതില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമാണ്. എന്താ ഗൈസ്, ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ട്രിവാൻഡ്രത്ത് നല്ല ഷൂ ഷോപ്പുകളൊന്നും ഇല്ല. ഒരു ടൈം കഴിഞ്ഞാൽ എല്ലാം ക്ലോസ് ചെയ്യും. അതാണ് നമ്മളെ നാടിൻ്റെ അവസ്ഥ. ഇനി ട്രോളോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൂടാ. സംഭവം സത്യമാണ്. നല്ല ഷോപ്പുകളൊക്കെ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ ഷൂ എടുക്കാമെന്ന് വെച്ചാൽ. അല്ലേടേ, നിൻ്റെ അഭിപ്രായം എന്തുവാണ്? അതി പറഞ്ഞാൽ മതി. കുറവാണ്. എന്തായാലും നോക്കാം ഗൈസ്. അവൻ ഇപ്പം 7:30 മണിക്ക് വരാമെന്നൊക്കെ പറഞ്ഞ്
നമ്മളങ്ങനെ നിൽക്കുകയാണ്. 7:30 മണി കഴിഞ്ഞ് ഒരു 8 മണി കഴിഞ്ഞാൽ തന്നെ ഷോപ്പുകൾ മാക്സിമം ക്ലോസ് ചെയ്ത് വിടുകയാണ്. അന്നൊക്കെ ഞാൻ ഷൂ എടുക്കാൻ പോയപ്പോൾ പെട്ട കേസാണ്. പിന്നെ പിറ്റേ ദിവസമൊക്കെയാണ് വന്ന് ഷൂ എടുത്തത്. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് നമുക്കൊരു 4 മണിക്കാകുമ്പോൾ ഇറങ്ങി ഷൂ നോക്കാമെന്ന്. അവൻ സമ്മതിച്ചില്ല. ഞാൻ ഇന്ന് ലീവും കൂടി ആയിരുന്നു. അതുകൊണ്ട് പറഞ്ഞ് നേരത്തെ ഇറങ്ങി ഷൂ നോക്കാമെന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞ് വേണ്ട, ഇതിൻ്റെ കൂടെ നോക്കാമെന്ന്. ഇപ്പം എന്താണ് നിൻ്റെ അഭിപ്രായം? നിനക്ക് ദിവസം ഉണ്ടല്ലോ ഇനിയും. നാളത്തെ ആവശ്യത്തിനാ? കൊള്ളാം ഗൈസ്. അപ്പോൾ നോക്കാം, നമുക്ക് എന്തെങ്കിലും എടുത്തേ പോകുള്ളൂ ഇന്ന്. അപ്പോൾ ഇന്നെന്തായാലും എടുക്കും നമ്മൾ. ആദ്യം എവിടെ പോകാനാണ് പ്ലാൻ? നമ്മൾ വളരെ സമയം കുറവുമാണ്. സ്റ്റുഡിയോ പോകണ്ടല്ല. സ്റ്റുഡിയോ നാളെ സ്റ്റുഡിയോൻ്റെ റേറ്റിംഗ് കുറയും ഗൈസ്. ഇവൻ റേറ്റ് കുറവാണ്. സാധനം കൊള്ളാമോ വന്ന് വാങ്ങിച്ചത്? നമ്മളങ്ങ് നേരത്തെ പോകാനുള്ളായിരുന്നു ഇവനെ നോക്കാതെ, അല്ലേ? പോയാലാ? ഇനി വേണ്ട, ഇനി അവൻ എന്തായാലും വരാമെന്ന് പറഞ്ഞല്ല. ഗൈസ്, അങ്ങനെ സമരക്കാരെല്ലാം പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ശാന്തമായിരിക്കുകയാണ്. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു തിരുമലയെ കാണാം. ഒരു ടി വി എൻ്റെ മോളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, കാണിച്ചു തരാം ഗൈസ്. കണ്ടില്ലേ? ഇത്ര ക്ലാരിറ്റി ആവുമെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ മോളിലൊരു ടി വി ഇരിക്കുന്നുണ്ടാ ഗൈസ്. നീണ്ട കാത്തിരിപ്പാണ്. അവ എത്തിയില്ല ഗൈസ് ഇത്രയും നേരമായിട്ട്. എന്തായാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. കണ്ടില്ലേ ഗൈസ്? നമ്മളിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി എടുത്തിട്ടത്. അതായത് നമ്മൾ ജിമ്മിൽ പോയാൽ എന്താണെന്നാണ് ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞ അടുത്ത മാസം തൊട്ട് നമുക്ക് പോകാമെന്ന്. കാരണം അത്രയും നാളെ നമുക്ക് ഇതുണ്ടല്ലോ, ടൈമിംഗ് ഉണ്ടല്ലോ പ്രിപ്പയർ ആവാൻ, ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങണം. നീ അത് ഓണാക്കി തന്നെ വെച്ചിരിക്കണ? ഓണാക്കി. നീ എന്നാൽ വീട്ടിൽ വർക്കൗട്ട് ചെയ്യാൻ പോണ? വീട്ടിലെല്ലാം വർക്കൗട്ട് അതെല്ലാം നടക്കും. പിന്നെ ജിമ്മിൽ പോയാൽ പ്രോപ്പർ വർക്കൗട്ട് കിട്ടും, നല്ല 6 പാക്ക് വരും. വീട്ടിലാണെങ്കിൽ 6 പാക്ക് വരില്ല. വീട്ടിൽ വർക്കൗട്ട് 6 പാക്ക് വരും, എനിക്ക് വരും. അപ്പോൾ എന്തായാലും ഇവൻ പറയണ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഞാൻ എന്തായാലും ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നോക്കിയാണ്. ഒന്നും പറയണില്ല, ഉറപ്പ് പറയണ്ട. അപ്പം നോക്കാം എന്തായാലും. ഇത് ഉറപ്പ് പറയാത്ത വേറൊന്നും കൊണ്ടല്ല, കുറച്ച് നമുക്ക് നോക്കാം. എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. ജിം എന്തായാലും നമ്മൾ ഇതായിട്ട് കാര്യമില്ല, മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. 8 മണി എന്തായാലും ഷൂ നാളെ ആവശ്യമാണ്. നോക്കാം അവൻ വരണോ ഇല്ലേ. അവനെ തന്നെ ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എത്ര നേരമായിട്ട്. നോക്കാം ഗൈസ്. അപ്പോൾ നിനക്ക് ജിമ്മിൽ വരാൻ താല്പര്യമില്ല? താല്പര്യം ഇല്ല എന്നല്ല, എനിക്ക് പോകണമെന്നുണ്ട്. പക്ഷേ എനിക്ക് അടുത്ത മാസം പോകാൻ എന്തായാലും പറ്റില്ല, ചില കൂടുതലാണ്. എൻ്റെ അടുത്ത മാസം നമുക്ക് പോവാം. നീളത്തേ ഉള്ളൂ അത്. നാളെ ഇല്ല, എൻ്റെ അടുത്ത മാസം നമുക്ക് പോകാം ഉറപ്പായിട്ട്. നോക്കട്ടെ പോട്ട്. നിനക്ക് നമ്മളെ പൂച്ചപ്പുര ഗ്രൗണ്ടിലൊന്ന് ഓടാൻ പറഞ്ഞതിന് കുഴപ്പമുണ്ടോ? വാമപ്പ് ചെയ്യാം. അപ്പം ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. നമ്മൾ വാമപ്പൊക്കെ ചെയ്ത് നമ്മൾ സെറ്റായിരിക്കുക തന്നെ. അതുകൊണ്ട് ഡയറക്റ്റ് വെയിറ്റ് എടുക്കാം. മറ്റത് ഏറ്റവും സത്യം പറയാൻ ജിമ്മിൽ പോകുമ്പം ഏറ്റവും വലിയ വീട്ടിൽ നിന്ന് മോളോട്ട് ഓടിക്കുന്ന ഗ്രൗണ്ട് ഉണ്ട്. വീട്ടിലോട്ട് ഇറങ്ങിയാൽ മോളോട്ട് നടന്ന ഗ്രൗണ്ട് ഉണ്ട്, സ്കൈ ലൈൻ. അവിടെ മുമ്പ് നടക്കാൻ പോയിക്കൊണ്ടിരുന്നു. അപ്പം അങ്ങനെ വല്ല നോക്കാം. തൽക്കാലം ഇങ്ങനെയൊക്കെ ഒന്ന് ബോഡി ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഇറങ്ങാം. കാരണം എന്ന് വെച്ചാൽ ഈ ജിമ്മിൽ പോയാൽ ഈ ഒരാഴ്ച ഇവന്മാരാണെങ്കിൽ നമ്മളെ കൊണ്ട് വെറും വാമപ്പും ചെയ്യിപ്പിക്കും, പുഷപ്പും കാര്യങ്ങളൊക്കെ കാണുള്ളൂ. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ബോറടിക്കുന്ന ഒരു ഏർപ്പാടാണ്. വെയിറ്റ് ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് വെയിറ്റ് എടുത്ത് വാമപ്പൊക്കെ ചെയ്ത് ബോഡി ഒന്ന് സെറ്റായി പോയാൽ വേറെ വിഷയമില്ല. എന്തായാലും നോക്കാം കേസ്. എൻ്റെ ഒരു ബുദ്ധിയിൽ വന്നതാണ് കേസ്. അവൻ വന്നിട്ടുണ്ടേ, അവൻ പറ്റുമെങ്കിൽ വീഡിയോയിലിടാം. ഗൈസ് അവൻ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി എന്തായാലും നമ്മൾ ഇറങ്ങിയേനെ. ഇനി ബാക്കി ഷോപ്പിൽ പോയിട്ട് കാണാം. രാമേന്ദ്രനിൽ നോക്കാം. രാമേന്ദ്രനിൽ ഒരു സീനുണ്ട് എനിക്ക് വീഡിയോ എടുത്തില്ല. എന്തായാലും നോക്കാം. അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തായാലും നോക്കാം. വേറെ ഒന്നുമില്ല, അവർ പറഞ്ഞത് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാലും നോക്കാം അവിടെ പോയിട്ട്. ഞാൻ ചിലപ്പോൾ വീഡിയോ എടുക്കുമെന്നും അറിയില്ല. എന്തായാലും നോക്കാം. സമയം കുറവാണെന്ന് ഞാൻ പറഞ്ഞു. എന്തോന്ന്? സമയം കുറവാണ്.
അതെ, സമയം കുറവാണ്, ചോയ്സും കൂടുതലാണ്. അപ്പോൾ അവിടെ തന്നെ പോവാം. എന്തായാലും ആ വീഡിയോ ഒന്നും എടുക്കണില്ല. എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ലുലു പറ്റൂല, കിടന്ന് അലയാൻ വയ്യ. എന്തായാലും സമയമില്ല ഗൈസ്. അപ്പോൾ ഇറങ്ങിയാണ്. ഇനി വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഇറങ്ങാം. ഗൈസ്, അങ്ങനെ നമ്മൾ അട്ടക്കുളങ്ങര വന്നിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാമേന്ദ്രനിലോട്ട്. എന്തായാലും ഈ സ്റ്റിക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റിട്ട് സംഭവം ഞാൻ ഇനി പയ്യൊന്ന് വീഡിയോ എടുക്കാൻ നോക്കാം. സ്റ്റിക്കൊക്കെ മാറ്റിയിട്ട് സാധാ പോലെ വീഡിയോ എടുക്കാം. കുറച്ച് കാണിക്കുന്നുള്ളൂ. എന്താണ് നിൻ്റെ അഭിപ്രായം രാമേന്ദ്രനിൽ സാധനം എടുക്കുന്നതിനെ പറ്റി? നമ്മൾ അഭിയത്തിന് നല്ല അഭിപ്രായമായിരുന്നു, പക്ഷേ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അല്ല, അഭിപ്രായം പറയാം. നല്ല ചില സമയം നോക്കിയെടുത്ത് നല്ല സാധനങ്ങൾ കിട്ടും. അതാണ് ഞാനും പറയാനുള്ളത്. ഞാനും എപ്പോഴും അതാണ് പറയണത്. അവിടെ വന്നാൽ അത്യാവശ്യം നല്ല ടൈം വേണം. സാധനം നോക്കി എടുത്താൽ നല്ല സാധനം കിട്ടും. ഇവിടെ ഇവന് പറ്റിയൊരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഷൂ ഉണ്ട്, പക്ഷേ അവന് എത്ര ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടെ. ഒരു 995 രൂപ എന്തോ വില പറഞ്ഞൊരു ഷൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടെങ്കിൽ നോക്കാം അതിപ്പോൾ ഇവിടെ കിട്ടുമോ ഇല്ലയെന്ന്. ഞാൻ നോക്കി വെച്ചൊരു സംഭവമാണ്. ഇല്ലെങ്കിൽ ചെൽസിയ ബൂട്ട് നല്ല അടിപൊളിയാണ് ഇവിടെ നിന്ന് എടുക്കാൻ. ചെൽസിയ ബൂട്ട്, ഇവൻ ചെൽസിയ ബൂട്ട് ഉപയോഗിക്കില്ലല്ലോ. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഈ സമയം ബൂട്ട് ആളല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ബൂട്ടൊക്കെ ഉപയോഗിക്കുന്നു. അപ്പം ചെൽസിയ ബൂട്ട് എടുക്കണമെന്നുള്ള മൈൻഡ് എനിക്കുണ്ട്. അന്ന് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാമായിരുന്നു. എന്തായാലും നോക്കാം കേസ്. ഞാൻ എന്തായാലും ക്യാറാണ്. ഇന്നും പൈസ ഇല്ല. നിൻ്റെ കൂടെ വന്നാൽ എങ്ങനെയാ പൈസ പറഞ്ഞത്? ഇവിടെ ഒരുത്തൻ 3000 രൂപയുടെ ജാക്കറ്റ്, വേറെ ഒരുത്തൻ പൈസ കൊണ്ടുവച്ച് കറങ്ങി അടിച്ച് കളയും. പിന്നെ എങ്ങനെ പൈസ ഇതാവും? അങ്ങനെ നമ്മൾ ഷൂ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഷൂ. അല്ല, ഇതാണ് ഞാൻ ഇവന് ഇഷ്ടപ്പെടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞത്. വലിയ റേറ്റിംഗ് കുറവുള്ള 1199 നൈക്കി ഇതുള്ളതുകൊണ്ടാ. നമുക്ക് കാര്യം ചെയ്യും, കട്ട് ചെയ്ത് കളഞ്ഞാലോ. പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കടാ, ഇതും അത്യാവശ്യം ഒരു ഡീസൻറ്റ് മോഡലാണ്. ഇഷ്ടപ്പെട്ടു. ഇതും കൊള്ളാം. 1000 റേറ്റ് തന്നെ, 1200. നമ്മളിതിനൊരു മോഡൽ സെലക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് കേട്ടാൽ മതി, ഈ സൈസിൽ ഈ മോഡൽ എടുത്ത് തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവർക്കത് കറക്റ്റാ മനസ്സിലാവും. ഇതുണ്ട്, ഇതും അത്യാവശ്യം നല്ലൊരു മോഡലാണ്. എത്ര രൂപയുടെ ഇടാ അതൊന്നും? അത് റേറ്റ് അതിലില്ല, ഇപ്പുറത്തെ ഇടതിലേ കാണുള്ളൂ. റേറ്റ് കൊടുത്തില്ല കൈസ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലേ നീ ഇവിടെ കൊണ്ടുപോയിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നോക്കിയ ഷൂവിൻ്റെ 10 നമ്മൾ കേട്ടത്. 10 സൈസ് എടുത്തുകൊണ്ട് വരാൻ പോവുകയാണ്. കിട്ടി, അടിപൊളി. കിട്ടി കൈസ്, കിട്ടി. അങ്ങനെ അതിൻ്റെ 10 സൈസ് കിട്ടിയിരിക്കുകയാണ്. ചേരും. ഇതൊക്കെ ഏത് ഇതിൻ്റെ കൂടെയും ചേരും, ഏത് കളറിൻ്റെ കൂടെ ഇതൊക്കെ ചേരും. പൈസ അങ്ങനെ അവൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. അത് എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ആയിരിക്കും അല്ലേ? എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഈ ഫാഷൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് കറക്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. അതെ. പൈസ അങ്ങനെ ഷൂ സെലക്ട് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് സംഭവം കിട്ടി. എന്തായാലും നമുക്ക് ഒന്നും കൂടി നോക്കാം. വെറുതെ നോക്കണോ? അതേ അല്ല, സമയമുണ്ട് നമ്മളതിൽ. നോക്കാം. ഇത് കൊള്ളാടാ, ഹെവി ഐറ്റം. എത്ര രൂപ റേറ്റ് പറയണം? അതിനേക്കാളും ഒരു 50 രൂപ കുറവാണ്. 50 രൂപ അല്ല, 50 രൂപ കുറവാണ്. അത് കൊള്ളാം അല്ലേ? ജസ്റ്റ് കണ്ണോട്ടിച്ച് പോവാം. കാരണം എന്നറിയോ, ബെസ്റ്റ് നമ്മൾ നോക്കണം എപ്പോഴാണെങ്കിൽ. ഞാൻ അപ്ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞില്ല.
എടാ അപ്പോൾ ഇനി അടുത്ത എന്ത് പരിപാടിയാണ്? ഇറങ്ങാല്ലേ ഇനി നോക്കണ്ട, കാരണം വെച്ചാൽ ഇതിനേക്കാളും ബെറ്റർ കിട്ടി ഇനി ചിലപ്പോൾ നമ്മൾ നിന്നുകളായി. അതിനേക്കാളും ഉള്ളതുകൊണ്ട് പോകുന്നതാണ് കേസ് ഏറ്റവും നല്ലത്. അപ്പോൾ നോക്കാം 10 മണിക്ക് ശേഷം കേസ്. അപ്പം എന്തായാലും ബില്ലൊക്കെ കൊടുത്ത് സെറ്റ് ആവട്ടെ. നമ്മൾ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി എങ്ങോട്ടെന്നുള്ള പ്ലാനുള്ളൂ. അപ്പോൾ നോക്കാം കേസ്. ഗൈസ് അങ്ങനെ അവൻ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആ ഫോൺ എടുത്തപ്പോൾ അവൻ പോയി. അവൻ്റെ അടുത്തൊരു കാര്യം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പോയത്. കേട്ടോ നോക്കാം. ജിമ്മിൽ പോകണാടാ. അവൻ്റെ അടുത്തൊരു കാര്യം കേൾക്കാനാണ് ഫോൺ എടുത്ത് അവൻ താ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ജിമ്മിൽ പോകണാ നീ? പറഞ്ഞില്ല ഗൈസ്. അവനൊന്നും ഹെൽത്തിനെ പറ്റി ഒരു ചിന്തയില്ലാത്ത നടക്കുന്ന അവന്മാരാണ് ഗൈസ്. അവൻ പോവുകയാണ്. അവൻ എന്തായാലും അവൻ ബില്ല് ചെയ്തിട്ട് വർക്ക് എന്നിട്ട് നോക്കാം. കേസ് അങ്ങനെ വന്നപ്പോഴും ക്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഇതെടുക്കാമെന്ന് തീരുമാനിച്ചു. കേസ് അങ്ങനെ ഈ ക്യാപ്പ് ഞാൻ എടുക്കുകയാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ട്. എന്തായാലും ഇവൻ്റെ കൂടെ ഇങ്ങ് വന്നിട്ട് എന്തെങ്കിലും അവ എനിക്ക് എടുത്തു തന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അല്ലേ? അത് തന്നെ കോൺവെക്സ്. അപ്പോൾ എന്തായാലും ഈ ക്യാപ്പ് എനിക്ക് അവൻ എടുത്തു തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനത് നീ എടുത്തു അപ്പോൾ എന്തായാലും ഞാൻ തന്നെ പൈസ കൊടുക്കണം. ഇപ്പോൾ 10 പൈസയ്ക്ക് കൊള്ളൂല്ല കൈസ്, ഒരു ഉപയോഗമില്ല. അപ്പോൾ എന്തായാലും ഞാൻ എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും രാമേന്ദ്രയിൽ ഇറങ്ങി ഞാൻ എന്താ ഈ ഒരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഞാൻ നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവനൊട്ടും വയ്യാത്തതുകൊണ്ട് അവന് ഒരു കട്ടൻ കുടിക്കാന്നല്ലേ, കട്ടൻ കുടിക്കാന്നാണ് പ്ലാൻ. ഞാൻ ഒരു ചായ കുടിക്കാൻ പ്ലാൻ. അവൻ മിക്കവാറും അല്ല ജ്യൂസല്ലേ കുടിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഉള്ളൂ. അപ്പം എന്തായാലും നോക്കാം ഗൈസ്. നമ്മൾ അനൂപയോ അപ്പം ഗൈസ് എന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ എത്തി. അങ്ങ് പോയില്ല, ബുഹാരീൻ്റെ അവിടെ പോകാമെന്നാണ് പ്ലാനായിരുന്നത്. പക്ഷേ ഇഫ്താറിൻ്റെ ഓപ്പോസിറ്റ് ഒരു ടീ ഷോപ്പ് പുതിയതാണെന്ന് തോന്നുന്നു. ഞാൻ വലുതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ എനിക്ക് ലൈക്കായ നിനക്കെന്തോടാ കട്ടനാ? അങ്ങനെ അവന്മാർ രണ്ടുപേരും കട്ടൻ ചായയും ഞാൻ ചായയാണ് കുടിക്കാൻ പോണത്. എന്തെങ്കിലും കാട്ടി നോക്കാം. ശരത്ത് എന്തെങ്കിലും പറടാ, വെറുതെ ഇരിക്കുന്നത് എന്തിന്? ഒന്നും വേണ്ടേ? അപ്പം ചായ കുടിച്ചിട്ട് കാണാം. ഇത് കഴിഞ്ഞിട്ട് എന്തോടാ പ്ലാൻ? ഗൈസ് അങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. എന്തോടാ പ്ലാൻ? ശംഖുവത്തുവാ ഇറങ്ങാനൊന്നും പറ്റില്ല, അവിടെ പണി കിടക്കും. നീ ഇടയ്ക്ക് ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു എൻ്റെ. എടാ ശംഖുവത്തെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. എടേ വ്ളോഗാണേ ഗൈസ്. ഞാൻ നിങ്ങളോട് അതാണ് പറയുന്നത്. എൻ്റെ വിലയേറിയ സമയം കളഞ്ഞാണ് ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ മാക്സിമം കാണുക ഗൈസ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റൂല. നമ്മൾ പാലത്തിൻ്റെ അവിടെ നോക്കിയാൽ പറ്റുള്ളൂ. പാലമല്ല, നമ്മൾ മറ്റേ ഇവിടെ ഉണ്ടല്ലോ. ശരി, അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ്. ഇതുവരെ തീരുമാനമായില്ല. എന്തായാലും ഈ ചായ കുടിച്ച് തീരുമ്പോഴെങ്കിലും നമ്മൾ അടുത്ത പരിപാടി നമ്മൾ നോക്കിയാണ്. അപ്പം നീ എവിടെ പോകണമെന്ന് തോന്നും എനിക്ക് വേണ്ടിയിട്ടാ. അപ്പോൾ എന്തായാലും ഈ ചായ കുടിച്ച് തീരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത പ്ലാൻ, നെക്സ്റ്റ് പ്ലാൻ കമ്മിങ്. ഇതുവഴി പോയപ്പോൾ കണ്ടതാണ് ഒരു നമ്മുടെ ലോക്കിൻ്റെ പടമുള്ളൊരു ബസ്. ഇനി എന്തായാലും സർക്കാർ മാറിയതുകൊണ്ട് നമ്മളെ ബസ്സെല്ലാം നല്ല കളറാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആവട്ടെ ഗൈസ്. അങ്ങനെ നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ഒരു ഫോട്ടോയൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിച്ച് എടുത്തു. പക്ഷേ ഒന്നും നേരെ ക്ലാരിറ്റി ആയിട്ട് കിട്ടണില്ല. ചില ടൈമുകളിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും, ചില ടൈമുകളിൽ കിട്ടണില്ല. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല എന്ന് പറയും പോലെ. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇനി സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞല്ലേ, 9:15 ഗൈസ്. അപ്പോൾ ഒരു 9:30 ആകുമ്പോൾ നമ്മൾ നേരെ തിയേറ്ററിലോട്ട് പോവുകയാണ്. ആർടെക്കിലാണ് സിനിമ ഉള്ളത്. അപ്പം അങ്ങോട്ടേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് ഉള്ള വിശേഷങ്ങൾ പിന്നെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇനി തിയേറ്ററിലോട്ട് പോവുകയാണ്. സമയം ഇപ്പോൾ 9:30 ആയി. ഇനി ഇവിടെ നിന്ന് നേരെ തിയേറ്ററിലോട്ടേക്കാണ്. അപ്പം
ഇത്ര നേരം ഇവിടെ നമ്മൾ ഇരുന്നു, ഒരു അരമണിക്കൂറോളം ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ കാണിച്ച് കയറാൻ പോവേണേ. അങ്ങനെ എത്തിയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മൾ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറണേ. ഇനി സിനിമ കണ്ടിട്ട് കാണാം ഗൈസ്. അപ്പോൾ കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ആർടെക് നമ്മളെ വെൽക്കം ചെയ്തിരിക്കുകയാണ്. നല്ല അത്യാവശ്യം നല്ല കാലൊക്കെ നിവർത്താൻ പറ്റും കേട്ടോ. അങ്ങനത്തെ രീതിയിലാണ് സീറ്റ് സെറ്റ് ചെയ്തത്. അപ്പോൾ കാണാം ഗൈസ്. എന്തായാലും സിനിമ കാണട്ടെ ഗൈസ്. അങ്ങനെ സിനിമയെ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. റിവ്യൂ പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എന്തായാലും ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ ഇടുന്നതാണ്. അല്ലേടാ? ഞാൻ പറയാം. പറയൂല്ല, എനിക്ക് നല്ല കൺഫ്യൂഷനാണ്. ഞാൻ ഇവൻ്റെ അടുത്ത് കേൾക്കാം. ഗൈസ് നമ്മൾ ലിഫ്റ്റ് ഒന്ന് സ്റ്റക്കായ കേട്ടോ, അപ്പുറത്തുള്ള. അങ്ങനെ നമ്മൾ വന്ന് നമ്മൾ പോയതല്ല, വേറുള്ള ആൾക്കാർ പോയ ലിഫ്റ്റ് സ്റ്റക്കായി. അങ്ങനെ അവരൊക്കെ സെൻട്രിൽ കിടക്കണമെന്ന് പറഞ്ഞായിരുന്നു ഇവൻ. അപ്പോൾ എന്തായാലും നോക്കാം. അത് അവർ ഇത് പെട്ടെന്ന് മാറുമല്ലേ ഇട സെക്യൂരിറ്റി? വാൾട്ടേജിൻ്റെ അല്ല, മെക്കാനിസം. വെയിറ്റോ ഓവർലോഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റക്കായത്. അപ്പോൾ എന്തായാലും നമ്മൾ കയറാൻ നേരത്തെ അവർ പറഞ്ഞ് അധികം ഓവർലോഡ് കയറല്ലെന്ന്. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല, അതിങ്ങ് പോന്നു. ഗൈസ് അങ്ങനെ നമ്മളെ ശരത്തിൻ്റെ അടുത്ത് കേട്ട് നോക്കാം സിനിമ എങ്ങനെ ഉണ്ടെന്ന്. ഗൈസ് അങ്ങനെ എന്തായാലും അവൻ്റെ അടുത്ത് റിവ്യൂ കേട്ട് നോക്കാം. തൊലച്ച് ഇവ എല്ലാം തൊലയ്ക്കാൻ വേണ്ടിയിട്ടാണല്ല മെയിനായിട്ട്. എടാ ശരത്തെ എങ്ങനെ ഉണ്ടോ സിനിമ? ഫ്ലാഷ് ആയതുകൊണ്ടാണ് നീ അഡ്ജസ്റ്റ് ചെയ്ത് പറ. പടം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ചിലയിടത്ത് ലാഗുണ്ട്, എന്നാലും കണ്ടിരിക്കാൻ പറ്റും. വൺ ടൈം വാച്ച് സൂര്യ ഫാൻസ് മൂവിയാണല്ലേ ഗൈസ്? അതൊക്കെ ഞാനും പറയുന്നുള്ളൂ. അവൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സൂര്യ ഫാൻസ് മൂവി തന്നെയാണ്. പിന്നെ കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും കണ്ടിരിക്കാം. ലാസ്റ്റത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കൺഫ്യൂഷനാണ്, അതല്ലേ? എന്തായാലും നോക്കാം. പിന്നെ ലോജിക്കും കാര്യങ്ങളൊന്നും നോക്കി പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്, അല്ലേ? ലോജിക്ക് നോക്കണ്ട. ഇതൊരു ഫാൻസിന് വേണ്ടിയിട്ടുള്ളൊരു മൂവി എന്ന് പറയാം. പക്ഷേ മൊത്തം ഫാൻസിന് വേണ്ടിയിട്ടുള്ളതല്ല. അതെ, എന്നാലും അജിത്തിൻ്റെ ഗുഡ് ബാഡ് അങ്കിളി പോലെ ഒരു പടം. അല്ല, അത് മൊത്തം പടത്തിൻ്റെ റെഫറൻസാണ്. ഓ അങ്ങനെ, അതുമാണ് ഫാൻസ് ട്രീറ്റ് അല്ലേ? ഫാൻസിന് വേണ്ടിയുള്ള ട്രീറ്റ്. അങ്ങനെയുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ കഴിക്കാൻ പോവാം. കുമാർ കഫേയിൽ തന്നെ പോണത്. ഇനി വേറെ എങ്ങും അലയാൻ വയ്യ ഗൈസ്. അങ്ങനെ നമ്മൾ കുമാർ കഫേ വന്നിട്ടുണ്ട്. എന്ത് കഴിക്കാമെന്ന് ഇനി നോക്കുന്നുള്ളൂ. എന്തായാലും അകത്തേക്ക് കയറാൻ പോവുകയാണേ. ഗൈസ് ക്യാപ്പ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കുമാർ കഫേയിൽ എത്തിയിരിക്കുകയാണ്. അവന്മാരെ കയറിയിട്ടുണ്ട്. ഞാൻ എന്തായാലും കയറണതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും കാണാം ഗൈസ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. ബീഫാണ് വാങ്ങിച്ചത്, പകുതിയായി കഴിച്ചിട്ട്. അവനങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ കഴിച്ച് തീർന്ന്. ഇപ്പോൾ എന്തായാലും കഴിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ തന്നെ, വേറെ ഒരു പരിപാടിയില്ല. ഇപ്പോൾ സമയം 1:30 അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. അതൊക്കെ തന്നെ ഇനി പ്ലാൻ. ഇന്ന് എത്ര മണിക്ക് ഇറങ്ങും എഴുന്നേക്കുന്നൊന്നും അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഉച്ചയ്ക്ക് ആവുമായിരിക്കും. വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നാളെ വൈകുന്നേരം നോക്കാം. എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഇറങ്ങാം, എങ്കിൽ അത് കാണിക്കാം. അപ്പോൾ എന്തായാലും നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അല്ലേടാ, തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അതെ, വീട്ടിലോട്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഗൈസ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.